ചേട്ടാ ഫോണിലെ ചാർജ് വേഗം തീരാതിരിക്കാനുള്ള വഴി പറഞ്ഞു തരുമോ? സ്മാർട്ട് ഫോണിലെ ചാർജ് വേഗം തീരാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ഇതിൽ ചെയ്തതാണ്, ഒന്നുകൂടെ ചെയ്യാം. നിങ്ങളുടെ ഫോൺ സാംസങ് ആണെങ്കിൽ സെറ്റിംഗ്സിനകത്ത് പോയതിനു ശേഷം അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ചെയ്യുക, അതിനുശേഷം അത് ഓൺ ആക്കി കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ബാറ്ററി എന്നുള്ള ഓപ്ഷനകത്ത് പോയതിനു ശേഷം ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവാതിരിക്കുകയും അത് യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്ലീപ്പ് മോഡിലിടും. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി കൂടുതലായിട്ട് യൂസ് ആവില്ല. ഇനി നിങ്ങൾ ഈ ഷവോമി പോലെയുള്ള ഫോണുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കറണ്ട് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് പോയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും പെർഫോമൻസ്, ബാലൻസ്ഡ്, ബാറ്ററി സേവർ, അൾട്രാ ബാറ്ററി സേവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഏത് മോഡാണോ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം നിങ്ങളുടെ ബാറ്ററി യൂസേജ് നിൽക്കും. ഇനി സ്മാർട്ട് ഫോൺ നൈറ്റ് കുത്തിയിടുന്നവരാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, എല്ലാ ഫോണുകളിലും ഉണ്ടായിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര ശതമാനം ആകുമ്പോൾ ബാറ്ററി സ്റ്റോപ്പ് ആവണം, അത് കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അത് ചാർജ് ആവണമെന്ന്. ഞാൻ നോർമലി ചെയ്യുന്നത് ബേസിക് ഓപ്ഷനാണ്, അതായത് 100% ചാർജ് ആവുന്ന സമയത്ത് എൻ്റെ ഫോൺ ചാർജ് ഓഫ് ആവും. അതിനുശേഷം 95 ആവുന്നത് വരെ എൻ്റെ ഫോൺ ചാർജ് ആവില്ല, 95 ആകുമ്പോൾ വീണ്ടും ചാർജ് ആവും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ സെറ്റിംഗ്സ് ഞാൻ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുക, ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.